സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയപ്പെട്ട സൈലാബ്ദീനും നമുക്കെല്ലാം വേണ്ടപ്പെട്ട ശ്രീ മഹാദേവനും കായംകുളത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്താൻ ഉദ്ദേശിക്കുന്ന സായാഹ്ന ധർണയെക്കുറിച്ച് എന്നോട് സംസാരിക്കണം. കായംകുളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരപ്പാത എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ജനവികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ കെ സി വേണുഗോപാലും നമ്മുടെ കോൺഗ്രസ് നേതാക്കളും നടത്തി വരുന്ന പരിശ്രമങ്ങളെ ഞാൻ അതീവ ശ്രദ്ധയോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. ശ്രീ വേണുഗോപാൽ ഈ പ്രശ്നം പാർലമെന്റിൽ തന്നെ ഉന്നയിച്ചു. കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയെ 3 തവണ അദ്ദേഹം നേരിട്ട് കണ്ട് ഈ പ്രശ്നത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. സമരം അധികം നീണ്ടുപോകാതെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരപ്പാത, അതിനുവേണ്ട നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുമെന്ന ന്യായമായ പ്രതീക്ഷയാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ, കേരളത്തിലെ ഭരണാധികാരികളാകട്ടെ 100% ന്യായമായ കായംകുളത്തെ ജനങ്ങളുടെ ഏക മനസ്സോടുകൂടിയുള്ള ഈ താല്പര്യം അംഗീകരിക്കാനോ പ്രവൃത്തി പദ്ധതിക്ക് കൊണ്ടുവരാനോ ശ്രമിച്ചില്ല എന്നത് വളരെ വളരെ ഖേദകരമായ, പ്രതിഷേധാർഹമായ ഒരു കാര്യമായി എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൈലാബ്ദീനും ശ്രീ മഹാദേവനും എന്നെ വിളിക്കുന്നത്. ഞാൻ അവർ പറഞ്ഞപ്പോൾ സായാഹ്ന ധർണ കോൺഗ്രസ് പ്രവർത്തകർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സായാഹ്ന ധർണയിൽ ഇവിടെ വരണമെന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തൽക്ഷണം തന്നെ അവരുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഈ സായാഹ്ന ധർമ്മയ്ക്ക് ആധാരമായി കായംകുളത്തെ ജനങ്ങൾ ഉന്നയിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഉന്നയിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി പാർലമെന്റ് അംഗം കെ സി വേണുഗോപാൽ ഉന്നയിക്കുന്ന ഉയരപ്പാത എന്ന ആവശ്യം തികച്ചും ന്യായയുക്തമാണ്, ന്യായമാണ്. ജനങ്ങളോട് താല്പര്യമുള്ള ഒരു ഭരണാധികാരിക്കും ആ ആവശ്യത്തിന് മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കാനാവില്ല. തികച്ചും ന്യായമായ ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്, കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ കൈയോടെ സമ്മതിച്ചത്. അവർക്കറിയാം, കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം, ഈ ആവശ്യം ജനങ്ങളുടെ മനസ്സിലൊരു നീറ്റലായി എത്രയോ കാലമായി നിലനിൽക്കുന്നുണ്ട്. ശരിക്കു പറഞ്ഞാൽ ദേശീയപാത പോലെ സുപ്രധാനമായ ഒരു വികസന പ്രവർത്തനം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടെ ചിന്തയോടെ നടപ്പാക്കുമ്പോൾ അനുപേക്ഷണീയമായും പാലിക്കപ്പെടേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്, നിയമപരമായ കാര്യങ്ങളുണ്ട്.
അതൊന്നും പാലിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ ആദ്യം ചിന്തിക്കേണ്ടത് വികസനം ആർക്കു വേണ്ടി, വികസനം ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന അടിസ്ഥാന തത്വം അവർ മനസ്സിൽ ഓർത്തുവെക്കേണ്ടതായിരിക്കും. വികസനം വികസനത്തിന് വേണ്ടിയല്ല, വികസനം കരാറുകാർക്ക് വേണ്ടിയല്ല, വികസനം ഭരണാധികാരികളുടെ മേന്മ പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭമല്ല. മറിച്ച് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ വികസനം ഉണ്ടാകുമ്പോൾ ആ വികസനം ജനനന്മയ്ക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് വേണം അതിൻ്റെ പല കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ. നമുക്കറിയാം, ഈ ദേശീയവാദങ്ങളുടെ കാര്യത്തിൽ ആദ്യം മുതലേ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാമോ, ഈ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിക്കു പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ 1956 ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരമാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്.